ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഈ ആഴ്ചയിൽ കടന്നു വരുന്നത്. പാഠത്തിൻ്റെ തലക്കെട്ട് യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഒരു ദിവസം. അതിൻ്റെ മനഃപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് മർക്കോസ് 1:17. അത് ഇങ്ങനെ വായിക്കുന്നു: യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടി അടിയങ്ങൾക്ക് അവിടുത്തെ തിരുവചനം ധ്യാനിപ്പാനും പഠിപ്പാനും അടിയങ്ങൾ നൽകി സമയത്തെ ഓർത്ത് അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് അടിയങ്ങളുടെ പഠനത്തിൽ, അടിയങ്ങളുടെ ചിന്തകളിൽ, അടിയങ്ങളുടെ ആലോചനകളിൽ അവിടുന്ന് കൂടിയിരിക്കണം. അടിയങ്ങൾ ചിന്തിക്കുന്ന വേദഭാഗങ്ങളൊക്കെയും ശരിയായി മനസ്സിലാക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണം. ഈ പാഠമണത്തിൽ സംബന്ധിക്കുന്ന എല്ലാ നിൻ്റെ പ്രിയമക്കളെയും അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണം, അവിടുത്തെ സമാധാനത്തിൽ നിറയ്ക്കണം. മൗനമത കഥ എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുന്നു, കൃപയാക്കണം എന്നുള്ള ദൈവമേ, ആമേൻ. നമ്മൾ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ ഓരോ സുവിശേഷകരും കർത്താവ് യേശു ക്രിസ്തുവിനെ വിവിധ തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചിലർ കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായിട്ടും, മറ്റു ചിലർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെയും തൻ്റെ ശിഷ്യന്മാരെ താൻ വിളിച്ച് ദൈവവേലയിൽ അവരെ ശക്തരാക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്തതിനെ സംബന്ധിച്ചും, മറ്റ് സുവിശേഷകർ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കൂടുതലായിട്ട് വർണ്ണിക്കുവാനും അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തൻ്റെ വായനക്കാരെയും അതുപോലെ വചനം പഠിക്കുന്നവരെ മനസ്സിലാക്കുവാനുള്ള പലതരത്തിലുള്ള സമീപനമാണ് പല സുവിശേഷ എഴുത്തുകാരും സുവിശേഷകരും അവലംബിച്ചിരുന്ന രീതി. നാം ഇപ്പോൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ നാം പ്രധാനമായിട്ട് കാണുന്നത് വിശുദ്ധ മർക്കോസ് ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ വ്യക്തമായിട്ട് മറ്റ് സുവിശേഷങ്ങളിൽ പരിചയപ്പെടുത്തുന്ന പോലെ ദൈവത്തിൻ്റെ പുത്രനായിട്ട് നേരിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല. അതുപരിയായിട്ട് കർത്താവ് യേശുക്രിസ്തു ചെയ്ത ചില പ്രത്യേക പ്രവൃത്തികളെ എടുത്തു കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം തൻ്റെ വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അതിലൂടെ എന്താണ് നാം മനസ്സിലാക്കുന്നത്, വായിക്കുന്നവരെന്ത് ചിന്തിക്കുന്നു എന്ന് ചില ഭാഗങ്ങൾ അവരുടെ ചിന്തയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് മർക്കോസ് കർത്താവ് യേശുക്രിസ്തുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തികൾ, പല സന്ദർഭങ്ങളിലായിട്ട് പ്രവർത്തിച്ച തൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നതിലും അതിൻ്റെ പ്രാധാന്യത്തോടെ തൻ്റെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിലും മർക്കോസ് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ അതിലുപരിയായിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് താൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്നും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവപുത്രനായ കർത്താവ് യേശുക്രിസ്തു ആണ് എന്നും വ്യക്തമായിട്ട് അവിടെ തുറന്ന് അവിടെ എഴുതുന്നില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ മർക്കോസ് പരിചയപ്പെടുത്തുന്നത് മറ്റ് സുവിശേഷകർ പരിചയപ്പെടുത്തുന്ന ആ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ജൂലൈ 7 ഞായറാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന തലക്കെട്ടോട് കൊടുത്തിരിക്കുന്ന വേദഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുന്ന, അല്ലെ തന്നോടൊപ്പം വിളിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരുടെ ജീവിത പശ്ചാത്തലം, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ, അവരുടെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം, ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി ഓരോരുത്തരെ അതാത് തരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുകയല്ല ചെയ്തത്. എന്നാൽ കർത്താവ് വിളിച്ച അനേകർ, നാം പഠിക്കുമ്പോൾ വാസ്തവം നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, കർത്താവ് വിളിച്ച അനേകരുണ്ട്. തൻ്റെ ശിഷ്യത്വ വേലയിലേക്ക് മാത്രമല്ല, കർത്താവിൻ്റെ അനുയായികളായിട്ട് കടന്നു വരാൻ ക്ഷണിച്ച അനേകരുണ്ട്. അനേകർ ആ വിളി കേട്ട് കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് വന്നവരുണ്ട്. അനേകർ വന്നിട്ട് കർത്താവിനെ വിട്ട് പിന്മാറിപ്പോയവരുണ്ട്. അനേകർ കർത്താവിൻ്റെ ക്ഷണമില്ലാതെ തന്നെ സ്വന്തമായിട്ട് സ്വയമേ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിൻ്റെ അനുയായികളായിട്ട് കൂടി വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് യേശുക്രിസ്തു വിളിച്ച, അല്ലെ തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ വ്യക്തികളോട് അവർ ഇന്ന വ്യക്തിയാണ്, അല്ല ഇന്ന വിഭാഗത്തിലുള്ള ആളാണ്, ഇന്ന സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നയാളാണ്,
അവൻ സമ്പന്നനാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ ദരിദ്രനാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവനാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവനാണ്, സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള വ്യക്തിയാണ്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും കർത്താവ് യേശുക്രിസ്തു അവലംബിച്ചിരുന്നില്ല എന്ന് നമുക്ക് ആ ഭാഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നാം മർക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വ്യക്തികളെ, മനുഷ്യരെ വിളിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും അവരെ കൂടെ കൂട്ടുന്നതിലും തൻ്റെ ശുശ്രൂഷകളിൽ അവരെ ഭാഗവാക്കാക്കുന്നതിനും അവരെ സാക്ഷികളായി തീരുന്നതിനും കർത്താവ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വിളി കേട്ട്, വാക്ക് കേട്ട് അവനെ അനുഗമിച്ച എല്ലാ ശിഷ്യന്മാരും മറ്റുള്ളവരും ആ കർത്താവ് അവർക്ക്, അല്ലെങ്കിൽ അവർ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരെന്ത് അനുഭവത്തിൽ ആയിരിക്കണം, അവരെന്ത് മനസ്സിലാക്കണം, അവരെന്ത് പഠിക്കണം, അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാവണം, ഏത് തരത്തിലുള്ള ഒരു പുതിയ ജീവിതമാണ് അവർ നയിക്കേണ്ടത് എന്ന് അവർക്ക് ലളിതമായി പഠിപ്പിച്ചു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും അത്തരത്തിലുള്ള ജീവിതത്തിൽ ഉടമകളാക്കി അവരെ മാറ്റുവാനും ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വിളി കൊണ്ട് സാധിച്ചുവെന്ന് അനേകരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശിഷ്യന്മാർ മാത്രമല്ല, കർത്താവ് സൗഖ്യമാക്കിയ അനേകരും കർത്താവിനെ പിൻപറ്റിക്കൊണ്ട്, അല്ലെ അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ അനുയായിയായി തീരുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു പ്രിയ അല്ലെങ്കിൽ ഒരു ശിഷ്യനായി തീരുവാൻ, അല്ലെങ്കിൽ ഒരു സ്നേഹിതനായി തീരുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന അനേക മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തികളായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്നവരുണ്ട്. എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയവർ പോലും തിരികെ വരാത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ അവിടെ പോലും വാസ്തവമായ കർത്താവ് യേശുക്രിസ്തു ഒരു വ്യത്യാസവും ആരോടും കാണിക്കുന്നില്ല. താൻ സൗഖ്യമാക്കി തൻ്റെ അടുക്കലേക്ക് വന്നവരോടോ, അല്ലെങ്കിൽ താൻ സൗഖ്യമാക്കി തൻ്റെ അടുക്കൽ വരാത്തവരോട്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളോ വേർതിരിവോ അവിടെ ചെയ്യുന്നില്ല. കാരണം തൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണ് ആവശ്യമായി തീരുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ് ആവശ്യം, എന്താണ് അവൻ്റെ പ്രയാസം, എന്താണ് ദൈവത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടത്, യേശു അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം, അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നാണ് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന ആ ക്ഷണത്തിൻ്റെ പിന്നിലുള്ള വലിയൊരു ഉദ്ദേശം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ യേശുവിനോട് പ്രതികരിക്കുന്നു എന്ന് യേശു നോക്കിയിട്ടല്ല, അവരെ മനസ്സിലാക്കിയിട്ടല്ല അനേകരെ കർത്താവ് വിളിച്ചതും തൻ്റെ ശിഷ്യന്മാരാക്കി തീർത്തതും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളിൽ അനേകരും ഇതുപോലെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും ജീവിത അനുഭവങ്ങളിൽ നിന്നും വന്നവരാണ്. അവരിൽ ഒരു ഒറ്റക്കുറിച്ചിലും കർത്താവ് യേശുക്രിസ്തു കണ്ടില്ല, യേശു കണ്ടില്ല. അങ്ങനെ തന്നെ അവരെ സ്നേഹിപ്പാനും അവരെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുവാനും കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവിടെയാണ് നാം യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ആ വിളിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആ വിളിയുടെ അല്ലെങ്കിൽ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ്. ജൂലൈ 8 തിങ്കളാഴ്ച മറക്കുവാൻ കഴിയാത്ത ഒരു ആരാധന, അല്ലെങ്കിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ആരാധന ശുശ്രൂഷ എന്ന് അവിടെ നമ്മൾ കാണുന്നത്, കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾ, അത് ഏത് വിധത്തിലുള്ള ശുശ്രൂഷയായാലും, ഒരു പ്രാർത്ഥനയായാലും, ഒരു രോഗസൗഖ്യമായാലും, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ശുശ്രൂഷ ആയാലും, അവിടെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട്, വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ അതുവരെ മതപുരോഹിതന്മാരും അല്ലെങ്കിൽ ശാസ്ത്രിമാരും അല്ലെങ്കിൽ റബ്ബിമാരും ചെയ്തിരുന്ന ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനേക കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും അവർക്ക് കാണിച്ചു കൊടുക്കുവാനും അവരോടൊപ്പം ഇരുന്നു കൊണ്ട് യേശു എന്ത് അവർ പഠിക്കണമെന്ന് ആഗ്രഹിച്ചോ അതവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വിജയിച്ചു എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശു വെറുതെ ഒരു കാര്യം സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഉപദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരുവചന ഉദ്ധരണി എടുത്തുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. അതെന്താണ് അവർ മനസ്സിലാക്കേണ്ടത് എന്ന് യേശു തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വളരെ ലളിതമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും പഠിപ്പിക്കുവാനും, അത് മാത്രമല്ല അവർക്ക് എന്ത് തരത്തിലുള്ള വിടുതലാണ് യേശുവിൽ നിന്ന് ആവശ്യം അത് മനസ്സിലാക്കി അത് നിവർത്തിക്കുവാനും യേശു എപ്പോഴും ശ്രദ്ധിക്കുകയും അങ്ങനെ അനേകരുടെ പ്രയാസങ്ങളിൽ നിന്ന്, അനേകരുടെ കണ്ണുനീരിൽ നിന്ന്, അനേകരുടെ ദുഃഖത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ യേശുവിന് സാധിച്ചു. അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ ഒരു ആരാധന ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 1:22, മർക്കോസ് 1:24, അതുപോലെ മറ്റു പല ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, അവിടെ മറ്റുള്ളവർ ഉപദേശിച്ച പോലെയല്ല, യേശു വളരെ അധികാരമുള്ളവനായിട്ടാണ്
തൻ്റെ അടുക്കൽ കൂടി വന്ന് ജനത്തോട് സംസാരിച്ചത് എന്ന് നമ്മുടെ കാണുന്നു. എന്തുകൊണ്ടാണ് യേശു അധികാരമുള്ളവനായിട്ട് സംസാരിക്കാൻ കാരണം? നമുക്കറിയാം, തിരുവചനം എന്ന് പറയുന്നത് അത് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർക്കും അത് വായിക്കുന്നവർക്കും അത് ഉള്ളവർക്കുമൊക്കെ ഒരുപോലെ മനസ്സിലാക്കുവാനും പറയുവാനും പഠിപ്പിക്കുവാനും കഴിയും. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് യേശു ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും വളരെ അധികാരമുള്ളവനായിട്ട് അത് ചെയ്തു എന്ന് നമ്മൾ ഈ തിരുവഴുത്തിൽ നിന്ന് പ്രത്യേകിച്ച് മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ഉടമസ്ഥൻ അല്ല, അതിൻ്റെ ആധികാരികത യേശുവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം അത് പരിശുദ്ധാത്മാവിലൂടെ ജനത്തിന് അല്ലെങ്കിൽ തൻ്റെ പ്രവാചകന്മാർക്കായിക്കോട്ടെ, അപ്പോസ്തലന്മാർക്കായിക്കോട്ടെ, ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്തായിക്കോട്ടെ അത് നൽകുവാൻ ഏറ്റവും അധികാരമുള്ള, ഏറ്റവും അവകാശമുള്ള വ്യക്തി യേശുവാണ്. കാരണം യേശു ആയിരുന്നു വചനം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത്, ആദിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടിരുന്നു, വചനം എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ വചനം ജഡമായിട്ട് പിന്നീട് മനുഷ്യൻ്റെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞായിട്ട് പാർത്തു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ ആയിരുന്നു എന്നാണ്. അപ്പോൾ യേശു മറ്റുള്ള എല്ലാവരെക്കാട്ടിലും അധികാരമുള്ളവനായിട്ട് അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞു തന്നെയാണ്. കാരണം യേശു ആയിരുന്നു, അല്ലെങ്കിൽ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ ഉടമസ്ഥൻ അല്ല, എൻ്റെ അധികാരി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് യേശു അധികാരമുള്ളവനായിട്ട് സംസാരിച്ചു എന്നവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്നതിനെക്കുറിച്ച് അവിടെ മർക്കോസ് മൗനം അവലംബിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തമായിട്ട് എഴുതാതിരിക്കുമ്പോൾ അതിനെ വേദപണ്ഡിതന്മാർ മശിഹാത്ത് രഹസ്യം എന്ന് ആണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മശിഹയെ സംബന്ധിച്ചുള്ള ഒരു രഹസ്യം വെളിപ്പെടുത്താതെ മർക്കോസ് തൻ്റെ ലേഖനങ്ങളിൽ, തൻ്റെ എഴുത്തിൽ അതങ്ങനെ തന്നെ രേഖപ്പെടുത്തി പോകുന്നു. യേശു ആരാണ് എന്ന് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താതെ അതൊരു രഹസ്യമാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ മുൻപോട്ട് പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെയാണ് മശിഹാത്ത് രഹസ്യം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ആ കാര്യം വെളിപ്പെടുത്താതെ തന്നെ പല സമയങ്ങളിലും തൻ്റെ മൗനമായ പ്രതികരണങ്ങളിൽ നിന്നും, അല്ലെ താൻ സംസാരിക്കാതിരിക്കുന്നതിൽ നിന്നും, അല്ലെ താൻ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം പറയാതിരിക്കുന്നതിലൂടെയും യേശു ആരാണ് എന്ന് പിന്നീട് തന്നെ അറിയുന്നവരല്ലേ, തന്നെ അനുഗമിക്കുന്നവർ, അല്ലെ തന്നെ മനസ്സിലാക്കുന്നവർ, അല്ലെങ്കിൽ വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ പിന്നിൽ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ മശിഹാത്ത് രഹസ്യം എന്ന് പറയുന്നത് യേശു ആരാണ് എന്ന് പരസ്യമായിട്ട് പല സന്ദർഭങ്ങളിലും യേശു പോലും വെളിപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പല ഇടങ്ങളിലും താൻ ആരാകുന്നു എന്ന് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിയാൽ അത് ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനോ കഴിയാത്ത ജനത്തോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ താൻ ആരാണ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അവരിൽ ഒരുപക്ഷെ ആശയക്കുഴപ്പമോ അവിശ്വാസമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി യേശു എന്ത് പറയുന്നത് കേൾക്കുവാനും യേശു എന്ത് ചെയ്തു എന്നത് മനസ്സിലാക്കുവാനും താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ താൻ ചെയ്യുമ്പോൾ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കുവാനോ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരാം. അതുകൊണ്ടായിരിക്കാം താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ തന്നെ യേശു തൻ്റെ ശുശ്രൂഷകളിലേക്കും തൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കും മുഴുവൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് മർക്കോസും ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ രേഖപ്പെടുത്താതെ തന്നെ യേശു ദൈവപുത്രനാണ് എന്ന് തൻ്റെ സുവിശേഷങ്ങളിൽ നിന്ന് തൻ്റെ യേശുവിൻ്റെ ദൈവിക ശുശ്രൂഷകളും മറ്റ് വിധമായിട്ടുള്ള പ്രവർത്തനം കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പലപ്പോഴും യേശു അത്തരത്തിൽ തൻ്റെ സമൂഹത്തോടും അല്ലെങ്കിൽ ഈവൻ അധികാരികളോട് പോലും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ പലപ്പോഴും മനസ്സ് കാണിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ താൻ മൗനം അവലംബിച്ചു, അല്ലെങ്കിൽ താൻ മിണ്ടാതെ ഇരുന്നു എന്ന് നാം യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നാം വായിക്കുന്നു. പലപ്പോഴും യേശു മിണ്ടാതെ മൗനമായി ഇരുന്നു എന്ന് നമ്മൾ കാണുന്നു. ആ ഒരു കാര്യം തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷ ഭാഗങ്ങളിൽ അവലംബിക്കുന്ന മൗനം അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത്. യേശു ആരാണെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് വെളിപ്പെടുത്തുന്നില്ല. അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ജൂലൈ 9 ചൊവ്വാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ ശബദ ശുശ്രൂഷ എന്ന് നമ്മളുടെ മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അനേക ജനങ്ങൾ വിവിധ ആവശ്യങ്ങളുമായിട്ട് കടന്ന് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് പത്രോസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ
പത്രോസിൻ്റെ അമ്മാവി അമ്മ പനി പിടിച്ച് കിടക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരു പനി എന്ന് പറയുന്നത് ഒരു വലിയ ഗൗരവമായ അല്ലെങ്കിൽ വളരെ ഗുരുതരമായൊരു രോഗാവസ്ഥ അല്ല. ഇപ്പോൾ യേശു പത്രോസിൻ്റെ അമ്മാവി അമ്മയെ സൗഖ്യപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് കാണാമായിരിക്കും. പക്ഷേ അവിടെ അവരുടെ ആ അനുഭവം എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മരണഭീതിയെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബാധിച്ചിരുന്ന രോഗം പനിയെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിലും ഗുരുതരമായ ഒരു രോഗാവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെ ഉണ്ട് എന്ന് നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ പത്രോസിൻ്റെ അമ്മാവി അമ്മയെ യേശു കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവരെ സൗഖ്യമാക്കി എന്നിവിടെ കാണുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മർക്കോസിന് ശേഷത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യേശു സൗഖ്യമാക്കിയ അനേകരെയും താൻ തൊട്ട് അല്ലെ താൻ സ്പർശിച്ച് സൗഖ്യമാക്കി എന്നും കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റ് സുവിശേഷങ്ങളിലും പലയിടത്തും അത് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ പോലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ചെയ്ത എല്ലാ ശുശ്രൂഷകളിലും പ്രത്യേകിച്ച് രോഗസൗഖ്യം പോലെയുള്ള ശുശ്രൂഷകളിൽ അവരെ തൊട്ട് തന്നെ കർത്താവ് യേശുക്രിസ്തു അവരെ സൗഖ്യമാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആ ജനത്തോടുള്ള യേശുവിൻ്റെ സ്നേഹം, വാത്സല്യം, കരുണ. രണ്ട്, അവർ ആ രക്ഷയുടെ അല്ലെങ്കിൽ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് യേശുവിന് ചിന്തിക്കുവാൻ സാധിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം, ഈ പത്രോസിൻ്റെ അമ്മാവി അമ്മയെ കൈ പിടിച്ച് യേശുക്രിസ്തു എഴുന്നേൽപ്പിച്ച് അവർക്ക് സൗഖ്യമാക്കിയപ്പോൾ അവരോടും തന്നെ കർത്താവിന് ശുശ്രൂഷ ചെയ്തു എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ സാമീപ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ താൻ സൗഖ്യമാക്കിയ അനേകർ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഈ പത്രോസിൻ്റെ അമ്മാവി അമ്മ സൗഖ്യമായി ഉടനെ യേശുവിനെ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം അന്ന് നാം പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 1-ന്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെ, 3-ാം അധ്യായം 1 മുതൽ 6 വരെ, 5-ാം അധ്യായം 7 മുതൽ 13 വരെ, അതുപോലെ മർക്കോസ് 1-ന്റെ 41, 5-ന്റെ 41 ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഇതുപോലെയുള്ളവർ തിരക്കേറിയ ഒരു ശുശ്രൂഷ ദിവസമായിട്ട് യേശുവിന് ആ ദിവസം മാറിയിരുന്നു എന്ന് നമ്മളവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ദിവസം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ ശുശ്രൂഷ ദിവസം വളരെ വൈകിയും അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞും അനേകർ കർത്താവിൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തൊരു പട്ടണം മുഴുവനും യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം എത്രമാത്രം ആ ജനത്തിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് കർത്താവ് യേശുക്രിസ്തു ആരാണ് എന്ന് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും താൻ ചെയ്ത വീര്യപ്രവൃത്തികളിൽ വിശ്വാസമുണ്ടായിട്ട് ഇവൻ്റെ അടുക്കൽ വന്നാൽ തങ്ങൾക്ക് സൗഖ്യമാകും എന്ന ഒരു പ്രത്യാശയും വിശ്വാസം ഒരു ജീവിതത്തിൽ ഉള്ളതുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു പട്ടണം മുഴുവനും യേശുവിൻ്റെ അടുക്കൽ എന്ന് കടന്നു വരാൻ കഴിയും. അപ്പം അന്ന് തൻ്റെ ശുശ്രൂഷ സമയം വളരെ അധികം ദീർഘിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ സമയം എടുത്ത് അല്ലെങ്കിൽ ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടി വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ജനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരികയും സൗഖ്യം പ്രാപിക്കുകയും അവർ വചനം കേൾക്കുകയും അവരുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുകയും ചെയ്തു എന്നവിടെ പറയുന്നുണ്ട്. കാരണം അവിടെ യേശുവിനെ സംബന്ധിച്ച് രോഗികളെ സൗഖ്യമാക്കുന്നതിൽ, ദീനമായി കിടക്കുന്നവരെ അവർക്ക് ആശ്വാസം കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകുന്നത്, കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്നത്, ഇതൊക്കെ യേശുവിനെ സംബന്ധിച്ച് ഏറ്റവും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ പ്രാഥമികമായ ഒരു കടമയായിട്ട്, ഉത്തരവാദിത്തമായിട്ട് യേശു കണ്ടിരുന്നു. അങ്ങനെയുള്ള ആരെയും യേശു കാണാതെ പോയിരുന്നില്ല എന്ന് നാം ഈ വചനം മുഴുവൻ പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞാൽ ദീനമായിട്ടോ രോഗമായിട്ടോ പ്രയാസത്തിലോ ഉള്ള ഒരു വ്യക്തികളെ പോലും യേശു കാണാതെ കടന്നു പോയിട്ടില്ല, അല്ലെ അവരെ ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെ അവരുടെ അപേക്ഷ കേൾക്കാതെ ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ യേശു അങ്ങനത്തുള്ളവരെ കൈവിട്ടിട്ടില്ല എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം, എത്രമാത്രം ഒരു മനുഷ്യനോടുള്ള അനുകമ്പ, ആർദ്രത യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ നാം ഇവിടുന്ന് മനസ്സിലാക്കുന്നത് ദൈവവചനം പഠിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർ ആവുന്ന, അല്ലെ ശിഷ്യരായി തീരുന്ന, അല്ലെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന നാം ഓരോരുത്തരും യേശുക്രിസ്തു കാണിച്ചു തന്ന അല്ലെങ്കിൽ യേശു കാണിച്ച ഇതേ മാതൃകയിൽ മറ്റുള്ളവരോട് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ രോഗങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ട എന്താണ് ആവശ്യം ജീവിതത്തിൽ അത് നൽകി കൊടുക്കുവാനുമുള്ള ഒരു നല്ല മനസ്സും അതിനുള്ള ഒരു തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന്
കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവിടെ യേശു ചെയ്തത് മുഴുവനും മറ്റുള്ള ജനങ്ങളെ, തൻ്റെ അടുക്കിലേക്ക് വന്ന ആ ജനങ്ങളെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് സമാധാനം നൽകുവാനും അവർക്ക് സന്തോഷമുണ്ടാക്കി തീർക്കുവാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാനും അവിടെ യേശു സമയം കണ്ടിരുന്നു. അപ്പോൾ അത് പകൽ മുഴുവൻ ചെയ്ത ശുശ്രൂഷയുടെ ഭാഗം തീരാഞ്ഞിട്ട് വീണ്ടും സന്ധ്യയിൽ ആ ശുശ്രൂഷ തുടർന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ജനങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ആകർഷകരായിക്കൊണ്ട് വിശ്വാസമുള്ളവരായിക്കൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം ഇന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, നാം അത് മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ നമുക്കും അത്തരത്തിലുള്ള ആ ഒരു മനസ്സും അതിനുള്ളൊരു തീരുമാനവും അതിനുള്ളൊരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ആ പൂർത്തീകരണം അല്ലെങ്കിൽ സുവിശേഷ വേല എന്ന് പറയുന്ന ആ ഒരു വലിയ ശുശ്രൂഷയുടെ അർത്ഥം പൂർണ്ണമായി തീരുന്നത് അവിടെയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാകുവാനാണ് ഈ ഒരു ഭാഗം നാം എടുത്ത് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്ന് നമ്മുടെ അറിയുന്നു. ജൂലൈ 10 ബുധനാഴ്ച യേശുവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം. ഞാൻ ഈ തലക്കെട്ട് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്താണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം എന്ന്. ഇപ്പം ഇവിടെ നാം യേശുവിൻ്റെ ജീവിത രീതി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ദിനചര്യകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സുവിശേഷങ്ങളിൽ നിന്ന്, ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്നു പാപം ചെയ്യാതെ ഈ ലോകത്ത് ജീവിച്ചു, പാപമില്ലാതെ എടുക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ യേശു വാസ്തവം പറഞ്ഞാൽ എത്രമാത്രം വ്യത്യസ്തമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിച്ചു എന്നും അത് മനുഷ്യനായിട്ട് തന്നെ അല്ലേ, ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെ. ഇപ്പോൾ ലോകത്തുള്ള മനുഷ്യർ പറയുമ്പോൾ അല്ലെങ്കിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മനുഷ്യർ ചിന്തിക്കുമ്പോൾ അവർ കാണുന്നത് യോസഫിൻ്റെയും മറിയയുടെയും മകനായ തച്ചനായ യേശു. അപ്പം അങ്ങനെ ഒരു പൂർണ്ണമായ മനുഷ്യ പ്രകൃതിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന അനേക മനുഷ്യർ ജീവിച്ചിരുന്ന ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. തൻ്റെ കൂടെ നടന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. അപ്പോൾ അവിടെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത എന്ന് പറയുന്നത് തന്നെ അയച്ച തൻ്റെ പിതാവിനോട് ഏറ്റവും ഈടാർന്നൊരു ബന്ധം യേശു എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നുവെന്ന് നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം യേശു വാസ്തവം പറഞ്ഞാൽ തൻ്റെ എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചതിൻ്റെ രഹസ്യം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊന്നുമല്ല, നിരന്തരമായ പ്രാർത്ഥനയാണ്. അപ്പം യേശു അത്രമാത്രം തൻ്റെ പിതാവിനോട് പ്രാർത്ഥനയിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. നിരന്തരം ആ പിതാവുമായിട്ടൊരു സമ്പർക്കം യേശുവിനുണ്ടായിരുന്നു. താൻ ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും അവിടെ തൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്തിനും തൻ്റെ പിതാവിൻ്റെ അനുവാദത്തിനും വേണ്ടി യേശു കാത്തുനിന്ന് തൻ്റെ പിതാവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ അനുഭവം ലഭിച്ചതിന് ശേഷം മാത്രമാണ് താൻ ആ ശുശ്രൂഷ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും യേശു ദൈവപുത്രനായിട്ട് പോലും ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ കൂടെ നിന്ന് ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ അയച്ചതിന് പിതാവിൻ്റെ നാം മഹത്വപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദത്തോടെ അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ കേവല മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഏർപ്പെടുന്ന വിധമായിട്ടുള്ള ശുശ്രൂഷകളിൽ നമുക്ക് എത്രമാത്രം പ്രാർത്ഥന മനോഭാവം ഉണ്ടായിരിക്കണം, പ്രാർത്ഥന അനുഭവം ഉണ്ടായിരിക്കണമെന്ന് നാം ചിന്തിക്കാനാണ് ഒരുപക്ഷെ ഈ ഒരു വേദഭാഗം ഇങ്ങനെ തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവ് യേശു ക്രിസ്തു നമുക്കറിയാം, നിർജ്ജന സ്ഥലത്ത് അവൻ പോയി പ്രാർത്ഥിച്ചു, വളരെ പ്രഭാതത്തിൽ അവൻ പോയി പ്രാർത്ഥിച്ചു, ഇരുട്ടുള്ള സമയത്ത് അവൻ പ്രാർത്ഥിച്ചു, ഏകനായിട്ട് അവൻ പോയി പ്രാർത്ഥിച്ചു. ഗത്സമനെ നമുക്കറിയാം, അവസാന നിമിഷം പോലും ഏകനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് മുൻപോട്ട് പോയി കവിണ്ണു വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോഴും അവിടെയും ആ പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ വലിയ ആ ബന്ധം എന്തായിരുന്നു യേശുവിനുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ രഹസ്യം എന്ന് മറ്റൊന്നുമല്ല, തൻ്റെ പിതാവുമായിട്ടുള്ള തൻ്റെ നിരന്തര ബന്ധവും പ്രാർത്ഥനയുമായിരുന്നു. അപ്പോൾ തീർച്ചയായും പ്രിയ ദൈവമക്കളെ, ഈ വചനം പഠിക്കുന്ന നാം ഓരോരുത്തരും അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും എത്രമാത്രം പ്രാർത്ഥന അനുഭവമുള്ളവരും പ്രാർത്ഥന ജീവിതമുള്ളവരും നമ്മുടെ ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് നാം എത്രമാത്രം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരും ആയിരിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുവാനും കൂടി ഈ ഭാഗം അവർ നമ്മളെ ഓർമ്മപ്പെടുത്തും. മാത്രമല്ല, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ഒരു ശുശ്രൂഷ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളിലും നാം അറിയിക്കേണ്ടതിനും നമുക്ക് പകർന്നു കൊടുക്കേണ്ടതിനുമാകുന്നു എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോയി യഹൂദയിലും ശമരിയയിലും യഹൂദയിലും എല്ലായിടത്തും ലോകത്തിൻ്റെ അറ്റത്തോളം
നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരുവാൻ പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ്. കാരണം ഈ ഒരു രഹസ്യം എന്ന് പറയുന്നത് രഹസ്യം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ശക്തി നമ്മളിൽ നിലനിൽക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടെ നമുക്ക് സ്വർഗീയമായ ശക്തി ലഭിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശുശ്രൂഷ ഏറ്റവും വിജയകരമായ രീതിയിൽ നമുക്ക് ചെയ്യുവാനും അത് അനേകരിൽ മാനസാന്തരം ഉളവാക്കുവാനും അനേകരെ പിന്മാറ്റുന്ന അനുഭവത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാനും പാപത്തിൽ ജീവിക്കുന്ന അനേകരെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും അവർക്ക് സാധിക്കും, അല്ലെ അങ്ങനെ അതിന് കഴിയും. അതിന് നാം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ വേദപഠനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ ഞാൻ സന്തോഷമുണ്ട്. ജൂലൈ 11 വ്യാഴാഴ്ച നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമോ എന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യമേ കണ്ടതുപോലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ആരാണ് എന്ന്, താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന ആ ഒരു കാര്യം വെളിപ്പെടുത്താതെ തൻ്റെ പ്രവൃത്തി എന്താകുന്നു, ആ പ്രവൃത്തി യേശു എങ്ങനെ നിർവഹിച്ചു, ആ പ്രവൃത്തി മുഖാന്തരം എങ്ങനെ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുള്ളവരായി തീർന്നു, എത്രമാത്രം അവരുടെ പഴയകാല ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ജീവിത അനുഭവത്തിലേക്ക് പലരും കടന്നു വന്നു എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ മർക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൻ്റെ 41 യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അന്നത്തെ ആചാരമനുസരിച്ച് കുഷ്ഠരോഗികൾ എന്ന് പറയുമ്പോൾ ശുദ്ധിയില്ലാത്തവരല്ലെങ്കിൽ അശുദ്ധരായിട്ട് കണക്കാക്കിയിരുന്നു. ഇന്നും ഒരുപക്ഷെ ചില സമൂഹങ്ങൾ അങ്ങനെ കാണുന്നതായിട്ടുണ്ട്. ഈ കുഷ്ഠരോഗമുള്ള വ്യക്തികളുടെ അടുക്കൽ പോകുവാനോ അവരുമായിട്ട് സംസർഗം ചെയ്യുവാനോ അവരുടെ സാമീപ്യം ഇഷ്ടമില്ലാത്ത, അവരുടെ അടുക്കൽ ഇരിക്കുവാൻ പോലും മടി കാണിക്കുന്ന അനേക വ്യക്തികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ചിലതരത്തിലുള്ള രോഗാവസ്ഥകളുടെ മനുഷ്യനുണ്ടാകുന്ന ചില സമീപനമാണ്. കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമ്മുടെ വേദഭാഗത്ത് പറയുന്നത്, അല്ലെ നമ്മുടെ ഈ പാഠത്തിൽ പറയുന്നത്, അന്ന് ആ അസുഖത്തെ ഹാൻസൻസ് എന്ന ഒരു രോഗമായിട്ട് കണക്കാക്കിയിരുന്നു. അത് കുഷ്ഠരോഗം നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള രോഗം തന്നെ ആയിരുന്നുവോ, അതിനേക്കാൾ ഒരുപക്ഷെ അതിൻ്റെ തീവ്രത കൂടിയതോ കുറഞ്ഞതോ എന്ന് പറയുന്നില്ലെങ്കിലും വേദവസ്തുവും കുഷ്ഠരോഗത്തെ കുറെ കൂടി സാമൂഹ്യമായിട്ട് വളരെ പ്രയാസമുള്ള, അല്ലെങ്കിൽ വളരെ സാമൂഹ്യപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ മനുഷ്യന് നേരിടാവുന്ന ഒരു അസുഖമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ രോഗമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കുഷ്ഠരോഗികൾ അവർ ഏകരായിട്ട് വസിക്കണം, അവരാരുമായിട്ട് സംസർഗം പാടില്ല, അവരെ തൊടുവാൻ പാടില്ല, അവരടുത്ത് വരാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിന്നിരുന്നതും ആ സമൂഹത്തിൽ അങ്ങനെ ആചാരങ്ങൾ നിലനിന്നിരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കറിയാം. അത് ഇന്നത്തെ സമൂഹത്തിലുമുണ്ട്, അന്നത്തെ സമൂഹത്തിലുമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പല ആചാരങ്ങളെയും പല നിയമങ്ങളെയും തെറ്റിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് പാലിക്കാതിരിക്കുന്ന കാര്യം കർത്താവ് യേശു ക്രിസ്തു പലപ്പോഴും ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ യഹൂദ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ആചാര മര്യാദകളെയും ലംഘിക്കുന്നതായിട്ടും അത് ചെയ്യാതിരിക്കുന്നതായിട്ടും അതിനെ ചോദ്യം ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ കുഷ്ഠരോഗിയായ ആ വ്യക്തിയെ യേശു സൗഖ്യമാക്കുമ്പോൾ അവനെ തൊട്ട് സൗഖ്യമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമൂഹം ഒരിക്കലും കുഷ്ഠരോഗമുള്ള വ്യക്തിയുടെ മറ്റുള്ളവരുടെ അടുക്കൽ വരുവാൻ പോലും അനുവദിക്കാത്ത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കൽ ആരും കടന്നു പോകാൻ താല്പര്യപ്പെടാത്ത സന്ദർഭത്തിൽ, അതുപോലെ അവനുമായിട്ട് യാതൊരു തരത്തിലുള്ള സംസർഗം ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു കാലഘട്ടത്തിൽ ആ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കൽ ചെന്ന് അവൻ്റെ ശരീരത്തെ തൊട്ട് യേശു അവന് സൗഖ്യമാക്കിയപ്പോൾ യേശു അശുദ്ധനായി തീർന്നില്ല എന്ന് നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ ചിന്തിക്കുന്ന, അല്ലെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും നിരർത്ഥകമാണെന്നും അതിൽ കടമ്പുള്ള കാര്യങ്ങളില്ല എന്നും മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്നതിനും യേശു ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ കാണുന്നത്. ശബത്തിൽ തൻ്റെ ശിഷ്യന്മാർ കതിര് പറിച്ച് തിന്നപ്പോൾ അതിനെ വിമർശിച്ച പരീശന്മാരോടും അതുപോലെ സദൂക്യരോടും യേശു ചോദിച്ചത്, നിങ്ങളുടെ കാളയോ കഴുതയോ ശബത്തിൽ കിണറ്റിൽ വീണാൽ നിങ്ങൾ അതിനെ എടുക്കുകയില്ല എന്ന് ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ അനാവശ്യമായിട്ട് മറ്റുള്ള മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അർത്ഥമില്ലാത്ത പല ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും ചില നിയമങ്ങളും ഒക്കെ ഒരിക്കലും മനുഷ്യന് ആവശ്യമില്ലാത്തതാണ് എന്ന്
തെളിയിക്കുവാൻ കൂടി, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുവാൻ കൂടി അതിനെ ചോദ്യം ചെയ്യാതെയും വെല്ലുവിളിക്കാതെയും ഒരു തർക്കത്തിന് മുതിരാതെയും യേശു തൻ്റെ ഇതുപോലെയുള്ള പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, കുഷ്ഠരോഗിയായൊരു വ്യക്തിയെ യേശു അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ അതുവരെ അവരുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ ചിന്താഗതി, ഒരു വലിയ ആചാരത്തിന്, ഒരു വലിയ നിയമത്തിന് അവിടെ യേശു ഒരു എന്ന് പറഞ്ഞാൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം യേശു അശുദ്ധനായി തീർന്നില്ല, എന്നാൽ ആ കുഷ്ഠരോഗി സൗഖ്യമാകുകയും ചെയ്തു. അപ്പം അങ്ങനെ നാം മനസ്സിലാക്കുന്നത് സുവിശേഷ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മർക്കോസിന് ശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു അനേകർക്ക് താങ്ങായിട്ടും പ്രോത്സാഹനമായിട്ടും ആശ്വാസമായിട്ടും പിന്തുണ നൽകുന്നവനായിട്ടും അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന അല്ലെങ്കിൽ സുവിശേഷങ്ങൾ വ്യത്യസ്തമായിട്ട് യേശുവിനെ ഒരു മനുഷ്യനായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആ മനുഷ്യ പ്രകൃതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് തൻ്റെ സഹജീവികളോട് സഹതാപവും സ്നേഹവും ആർദ്രതയും അല്ലെങ്കിൽ അനുകമ്പയും കാണിക്കാം, സഹായിക്കാം, അവരെ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ അവരെ താങ്ങാം, അവർക്ക് ആശ്വാസമായി തീർക്കാം, അവർക്ക് ശക്തി പകരാം എന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്നത് എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് മർക്കോസ് യേശുവിനെ അത്തരത്തിൽ അവതരിപ്പിക്കുന്നതും യേശുവിൻ്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ തൻ്റെ സുവിശേഷ വേലയായിരിക്കോട്ടെ, തൻ്റെ അല്ലെങ്കിൽ രോഗസൗഖ്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം യേശു അവരെ സൗഖ്യമാക്കുന്നതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ശുശ്രൂഷകളായാലും അവിടെയൊക്കെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അത് യേശു നിർവഹിച്ച് മറ്റുള്ളവരെ ആ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ജീവിതത്തിൽ വളരെ അല്ലെങ്കിൽ വിടുതലും ആശ്വാസം നൽകുമ്പോൾ നാം ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളോടും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടും, അതാരുമായിക്കൊള്ളട്ടെ, നമ്മളോട് അടുത്ത് നിൽക്കുന്നവരായിക്കോട്ടെ, അകന്ന് നിൽക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ വിരോധമുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തവരായിക്കോട്ടെ, പക്ഷേ യേശുവിൻ്റെ ശിഷ്യർ എന്ന നിലയിലും യേശുവിൻ്റെ അല്ലെങ്കിൽ മക്കൾ എന്ന നിലയിലും നാം തീർച്ചയായിട്ടും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ യേശു അനുവർത്തിച്ചിരുന്ന ഈ ഒരു പാത പിൻപറ്റുകയും അത് അനേകർക്ക് യേശുവിനെ അറിയാനുള്ളൊരു അവസരമായി തീരുകയും അതിലൂടെ യേശുവിനെ അറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ഉപദേശങ്ങളെ അവർക്ക് പഠിക്കുവാനും അത്തരത്തിൽ അവരുടെ ജീവിതത്തിൽ മാനസാന്തരം അല്ലെങ്കിൽ മാറ്റം വന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വളരെ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടായിക്കൊണ്ട് ഒരു നല്ല ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനും വിശ്വാസമുള്ളവരായിരിക്കാനും ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ജീവിക്കുവാനും അതിടയായി തീരും എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പ്രിയ ദൈവമക്കളെ, യേശു പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്ന യേശുവിൻ്റെ പ്രവർത്തികൾ എടുത്തു കാണിക്കുന്ന അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും യേശു ചെയ്ത പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിലും ചെയ്യുവാനും ആ ഒരു മനോഭാവം, ആ ഒരു സ്വഭാവം, ആ ഒരു ജീവിതശൈലി നാമും അനുകരിക്കുന്നുവെങ്കിൽ, അവലംബിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനേകർക്ക് നമ്മിലൂടെ ദൈവത്തിൻ്റെ വെളിച്ചം ലഭിക്കുവാനും ആ പ്രകാശത്തിലേക്ക് അവർക്ക് കടന്നു വരുവാനും ദൈവിക സത്യത്തിൽ ജീവിക്കുവാനും അവർക്കിടയായിത്തീരും. ആ ഒരു സത്യം മറ്റുള്ളവർ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുള്ള ശക്തിയും ബലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമ്പോഴാവട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ അടിയങ്ങൾക്ക് അവിടുന്ന് അവസരം തന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ എങ്ങനെ മർക്കോസ് പരിചയപ്പെടുത്തുന്നു, യേശുവിൻ്റെ വിധമായിട്ടുള്ള ശുശ്രൂഷകൾ എന്തായിരുന്നു, ആ ശുശ്രൂഷകൾ അനുഭവിച്ച മനുഷ്യർ എത്രയോ തങ്ങളുടെ ജീവിതങ്ങളിൽ അവർ വ്യത്യസ്തരായി തീർന്നു, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, അവർ പാപങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, അവർ സന്തോഷമുള്ളവരായി തീർന്നു, സമാധാനമുള്ളവരായി തീർന്നു ഞങ്ങൾ പഠിച്ചു. അതിന് പ്രകാരം കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ അടിയങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹായം ആവശ്യമുള്ള ആർക്കും അടിയങ്ങളുടെ സ്നേഹം, അടിയങ്ങളുടെ സഹായം, അടിയങ്ങളുടെ സാന്നിധ്യം, അടിയങ്ങളുടെ സാമീപ്യം നൽകി ദൈവസ്നേഹം പങ്കിട്ടുകൊണ്ട് അടിയങ്ങളും മാതൃകയുള്ളവരായി ഈ സമൂഹത്തെ നിലനിൽപ്പാൻ അടിയങ്ങളോടും സഹായിക്കണം. പാഠപഠനത്തെ സംബന്ധിച്ച എല്ലാ മക്കളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ ഏദൻ ടിവിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിൻ്റെ മക്കളെ ധാരാളം അവിടുന്ന് അനുകരിക്കണം. പ്രവർത്തനങ്ങളെ കഥാവെ അവിടുന്ന് മാനിക്കണം. അവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയിരിക്കണം. മാനവത്വ കഥ വന്നെടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുനാമം ചോദിക്കുമ്പോൾ കൂടെയാക്കണം. നല്ല ദൈവമേ, ആമേൻ.